നമ്മുടെ മുമ്പിലുള്ള വിഷയം കേന്ദ്രത്തിന്റെ സഹായമാണ്. അവിടെ ശ്രീ ഷാജി ആർ നായർ എന്തുകൊണ്ട് ബി.ജെ.പിയുടെ നേതൃത്വത്തിന് ഈ കാര്യം കേന്ദ്രത്തോട് ഡിമാൻഡ് ചെയ്യണമെന്ന് തോന്നുന്നില്ല? നോക്കൂ, ഏത് PDNA ഉണ്ടായിട്ടാണ് 11,500 കോടി രൂപ ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തിന് കൊടുത്തത്? അത് പൊളിറ്റിക്കൽ കൺസിഡറേഷനാണ്. കേരളത്തിന് ഇല്ലാത്തതും പൊളിറ്റിക്കൽ കൺസിഡറേഷനാണ്. മുൻ കേന്ദ്രമന്ത്രി നിസാരവൽക്കരിച്ചില്ലേ? 2 പഞ്ചായത്തിൽ മാത്രം ഉണ്ടായ പ്രശ്നം എന്ന് മുൻ കേന്ദ്രമന്ത്രി നിസാരവൽക്കരിച്ചില്ലേ? ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി ഈ വിഷയം വരുമ്പോൾ അല്ലെങ്കിൽ പാർലമെന്റിൽ പോയിട്ട് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി മണിമുറ്റത്താവണി പന്തലാണല്ലോ. അതിനപ്പുറത്ത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? മന്ത്രിമാർ അതല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്ത് ചെയ്യുന്നു? അഭിലാഷേ, ഇത് വയനാട് ദുരന്തമെന്ന് നമ്മൾ പറയരുത്. ഇതൊരു പഞ്ചായത്തിലുണ്ടായ ദുരന്തമാണ്, ചെറിയ ദുരന്തമാണ് എന്ന് പറഞ്ഞതും UDFിൻ്റെ വയനാട്ടിലെ ഒരു MLAയും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിലെ ഒരു മന്ത്രിയുടെ അല്ലേ വി മുരളീധരൻ പറയുമ്പോൾ അദ്ദേഹം തന്നെ ചോദിച്ചു. അദ്ദേഹം ഇടുമ്പോൾ ഇത് സിദ്ദിഖും അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന മന്ത്രിയും പറഞ്ഞാൽ അത് ബർമുഡ, മുരളീധരൻ പറയുമ്പോൾ അത് കളസമായി മാറും, ഏത് അർത്ഥത്തിലാണ് പറഞ്ഞത്? പറഞ്ഞ അർത്ഥം ഞാനിവിടെ നേരത്തെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. മറ്റത് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട്, കാരണം ടൂറിസം വയനാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയാൽ അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ അങ്ങോട്ട് വന്നില്ലെങ്കിൽ വയനാട്ടിൽ ബാക്കിയുള്ള ആളുകളും കൂടി പട്ടിണി കിടക്കേണ്ടി വരും. അതുകൊണ്ടാണ് MLA മന്ത്രിയൊക്കെ അങ്ങനെ പറഞ്ഞത്. നമ്മുടെ മുമ്പിൽ നമുക്ക് പൈസ കിട്ടുക എന്നുള്ള വിഷയം ഉണ്ടല്ലോ, അതല്ലേ നമ്മളിപ്പോൾ അഡ്രസ് ചെയ്യുന്നത്. അതാ ഞാൻ പറഞ്ഞത്, അതാ ഞാൻ സൂചിപ്പിച്ചത്. വളരെ മനഃപൂർവ്വമായി ഒരു നറേറ്റീവ് ഇപ്പോൾ കേരളത്തിൽ സൃഷ്ടിക്കുന്നുണ്ട്. ആ നറേറ്റീവ് എന്താ? കേന്ദ്ര ഗവൺമെൻറ് മനഃപൂർവ്വമായി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. സത്യത്തിൽ ആ നറേറ്റീവ് അവസാനിച്ചില്ലേ അഭിലാഷേ? സംസ്ഥാനത്ത് ഹൈക്കോടതി വളരെ കൃത്യമായി ഇന്ന് ഒരു പരാമർശം വന്നതൊഴിച്ച് ബാക്കി മുഴുവൻ പരാമർശം, ഇന്നത്തെ പരാമർശത്തിൻ്റെ വ്യാപ്തി നമ്മൾ കണ്ടതാണ് എന്താണെന്നുള്ളത്. ബാക്കി പരാമർശം മുഴുവൻ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വിശദമായ നാളിതുവരെ കൊടുത്ത പൈസയുടെ കണക്ക് കൊടുക്കുകയോ ഇനി ആവശ്യമായ പണത്തിൻ്റെ കണക്ക് കൊടുക്കുകയോ ചെയ്തില്ല എന്നല്ലേ കോടതി പറഞ്ഞത്? കണക്ക് പോലും ഇല്ല എന്നല്ലേ കോടതി ചോദിച്ചത്? കണക്ക് അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് മുമ്പിൽ നിന്ന് ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുമ്പോൾ അത് പോരാ. അതിനെ വിമർശിക്കാതെ നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിനോട് എന്ത് സമീപനമായിട്ട് ചെലവഴിച്ച തുകയും ചെലവഴിക്കാനുള്ള തുകയും രേഖയായി കോടതിയുടെ മുമ്പിലുണ്ട്. ആ രേഖകളൊക്കെ ഞാൻ വേണമെങ്കിൽ വാട്സാപ്പിൽ അയച്ചുതരാം. ഇതൊക്കെ അഫിഡവിറ്റായും അല്ലാതെയും ഒക്കെ കോടതിയുടെ മുമ്പിലുണ്ട്. എവിടെയും കണക്ക് കൊടുക്കാത്ത പ്രശ്നമില്ല. അത് എന്റെ കയ്യിലുണ്ട്, എന്റെ കയ്യിലുണ്ട്. അത് എന്നെത്തി? അത് കോടതിയിൽ എപ്പോഴാണ് എത്തിയത്? അത് കോടതിയിൽ എപ്പോഴാണ് സാർ എത്തിയത്? അത് കോടതിയിൽ എത്തിയിട്ട് മണിക്കൂറുകളെല്ലാം ആയിട്ടുള്ളൂ. അല്ലല്ല, ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത് കേരളത്തിന് ലഭിക്കേണ്ടതായ പണം, വയനാടിന് ലഭിക്കേണ്ടതായ പണം ലഭിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു മലയാളിക്കും പക്ഷെ അത് മേടിച്ചെടുക്കുവാൻ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ കോടതിയുടെ മുമ്പാകെ കണക്കെത്തി. കണക്കൊക്കെ നേരത്തെ ഉണ്ട്. അല്ല അഭിലാഷേ, നമ്മള് കോടതിയിലേക്കാണ് എല്ലാ അഭയവുമെങ്കിൽ പിന്നെ സെൻട്രൽ ഗവൺമെന്റ് രാജിവെച്ച് പോകണം. കോടതിയാണ് ഈ രാജ്യ സംവിധാനം മുഴുവനെങ്കിൽ നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് രാജിവെച്ചിട്ട് പോണ്ടേ? കോടതിയെ കുറിച്ച് കോടതി ചോദിച്ചത് എന്താ? നിങ്ങൾ സാങ്കേതികത്വം പറഞ്ഞ് ഈ നാടിനോട് ഇപ്രകാരം നിലപാട് സ്വീകരിക്കരുത്. ആവേശം കണ്ടില്ലല്ലോ, കൊടുക്കാനുള്ളത് കൊടുക്കണം. നിങ്ങൾ കണക്ക് കൊടുത്തില്ല എന്ന് സംസ്ഥാന ഗവൺമെന്റിനെതിരെ കൈ ചൂണ്ടിക്കൊണ്ട് കോടതി ചോദിച്ചപ്പോൾ ഒരു കണക്ക് പോലും കൊടുക്കാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയ 100 കോടി രൂപ BJP ഭരിക്കുന്ന ഗവൺമെന്റിലെ മുഖ്യമന്ത്രിമാർ കൊടുത്ത 100 കോടി രൂപയാണ്. ആ രൂപ പോലും ചെലവഴിക്കാതെ ഒരു മാസം 17,000 അല്ലെ 14,000 വീട്ടുവാടക കൊടുക്കാൻ പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എടുത്തു കൊടുക്കാതെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഒരു കാര്യം സംസ്ഥാന ഗവൺമെന്റ് കോടതി പോലും പറഞ്ഞെടുത്താണ് ഇവിടെ വന്ന് മറ്റൊന്നും പറയാനില്ല. ഇവിടെ നിന്ന് അതിന്റെ പണം ഞങ്ങൾ കൊടുക്കണം. ഇതെന്ത് നീതിയാണ് അഭിലാഷ? ഒരു കാര്യം, ഈ ഡിസാസ്റ്റർ നിയമപ്രകാരം നിങ്ങൾ പറഞ്ഞല്ലോ കടബാധ്യത കേന്ദ്ര ഗവൺമെന്റ് ലോൺ എഴുതി തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ദുരന്തം മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ ലോൺ തിരിച്ചടവ് നൽകണമെന്ന് നിങ്ങൾക്ക് കൃത്യമായി കോടതി ചോദിച്ചതിന് മറുപടി ഉണ്ടോ? കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നതിന് മറുപടി ഉണ്ടോ? നിങ്ങൾക്ക് കൃത്യമായ കണക്കുണ്ടോ? ഇത് ചോദിച്ചാൽ ഇതിന് മറുപടി അറിയാൻ സാധിക്കാതെ പൊതുവേദിയിൽ പബ്ലിക് പൊതുപ്രസംഗം നടത്തുന്ന പോലെ എല്ലാ കണക്കുകളും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പൊ കേരളത്തിന് 5 പൈസ തരുന്നില്ലെങ്കിൽ പിന്നെ കേരളീയരുടെ നികുതി എന്തിന് കേന്ദ്രം വാങ്ങണമെന്ന ചോദ്യവും
സങ്കടമാണല്ലോ. ഇപ്പൊ തന്നെ അവസ്ഥയാണ്. ഡിവിസിബിൾ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ചില പ്രകടനം കൊണ്ട്